തൃശൂർ വെള്ളിക്കുളങ്ങര രണ്ടു കൈയിൽ കാട്ടാന ഇറങ്ങി കൃഷിയിടത്തിലെ പ്ലാവ് കുത്തിയിളക്കി ചക്കയിടാൻ ശ്രമിക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വെള്ളിക്കുളങ്ങര രണ്ടു കൈയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കൃഷിയിടത്തിലെ പ്ലാവ് കുത്തിയിളക്കി ചക്കയിടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ജനവാസ മേഖലയാണോ? എത്തരത്തിലാണ് ഈ ആനയെ കാടുകയറ്റാനായിട്ടുണ്ടോ ഇപ്പോഴും? വൃന്ദ, തീർച്ചയായിട്ടും ഇതൊരു ജനവാസ മേഖല തന്നെയാണ്. ഈ വെള്ളിക്കുളങ്ങര രണ്ടുകൈ എന്ന് പറയുന്ന പ്രദേശം സ്ഥിരമായി വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ആനയും പുലിയും ഒക്കെ അടിക്കടി ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ആന ഇന്ന് രാവിലെ 10 മണിക്ക് ഇത്തരത്തിൽ ജനവാസ മേഖലയിലെത്തി വീടുകൾക്ക് ചേർന്നുള്ള കൃഷിയിടത്തിലെത്തി പ്ലാവ് കുത്തിയിളക്കി അതിന്റെ മുകളിലുള്ള ചക്ക നിലത്തേക്ക് ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അവിടെയുള്ള പ്രദേശവാസികൾ തന്നെയാണ് ഈ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നത്. കഴിഞ്ഞ ദിവസവും രാത്രിയിലും ഇതേ സ്ഥലത്ത് തന്നെ ആന എത്തിയിരുന്നു. ഇത് കോടശ്ശേരി പഞ്ചായത്തിലാണ്, മലയോര പഞ്ചായത്ത് കൂടിയാണ് ഈ കോടശ്ശേരി. മലയോര പ്രദേശങ്ങൾക്ക് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളിക്കുളങ്ങര രണ്ടുകൈ എന്ന് പറയുന്ന ആ സ്ഥലം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ പുലി ഇറങ്ങിയതായിട്ടുള്ള ഒരു വാർത്ത വന്നത്. അതിനു മുൻപ് 2 ആനകൾ ഇതേ മേഖലയിലെത്തി തെങ്ങ് ഉൾപ്പെടെ കുത്തി മറിച്ച് ഇട്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ജനവാസ മേഖലയിലേക്ക് എത്തി വീട്ടുപറമ്പിലുണ്ടായിരുന്ന പ്ലാവ് കുത്തിയിളക്കി ചക്ക തട്ടിയിടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഈ ശ്രമം വിജയിച്ചില്ല എന്ന് വേണം പറയാൻ. പിന്നീട് ആന സ്വമേധയാ അവിടെ നിന്നും പോവുകയായിരുന്നു. എന്തായാലും ഈ പ്രദേശത്തുള്ളവർ കടുത്ത ഭീതിയിലാണ്. നേരത്തെ കൃഷിയിടത്തിലേക്ക് ഉൾപ്പെടെ എത്തി കാട്ടുപന്നിയും പുലിയും ആനയും ഒക്കെ എത്തി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ അതും കടന്ന് വീട്ടുപറമ്പിലേക്ക് വരെ ആന എത്തി തുടങ്ങി. നാളെ ഇത് വീട്ടിലേക്ക് എത്തി വീടുകൾ ഉൾപ്പെടെ തകർക്കുന്ന ഒരു ഘട്ടം എത്തുമോ എന്നുള്ളൊരു ഭയം കൂടി ഇവിടെ ഉള്ളവർക്കുണ്ട്. എന്തായാലും വനംവകുപ്പ് ഇടപെട്ട് ഈ ആനകളെ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എങ്ങനെയെങ്കിലും തടയണം എന്നാണ് ഇവിടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ വീട്ടുപറമ്പിലേക്ക് വരെയെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആനയും പുലിയും ഉൾപ്പെടെ എത്തിയ ഒരു പ്രദേശം കൂടിയാണ് ഈ രണ്ടുകൈ. കോടശ്ശേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉൾപ്പെടെ കിടക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും വേണ്ട രീതിയിൽ ഉത്സാഹിച്ച് ഇത്തരം വന്യമൃഗങ്ങൾ കാടിറങ്ങി വീട്ടിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപാണ് വീടിന്റെ ഗേറ്റ് തകർത്ത് ആന വീടിന്റെ കോമ്പൗണ്ടിലൂടെ കയറി റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ രണ്ടുകൈ എന്ന് പറയുന്ന പ്രദേശം. വൃന്ദ, ശരി, അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.